നിപ സ്ഥിരീകരിച്ച കിഴക്കുംപുറത്ത് വ്യാപകമായുള്ള വവ്വാൽ ശല്യം ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ. വവ്വാലുകളെ തുരത്താൻ നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നിപ സ്ഥിരീകരിച്ച ആളുടെ വീടിനോട് ചേർന്നും ഇവ കൂട്ടമായുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കിഴക്കുംപുറം പ്രദേശത്തെ മരങ്ങൾ വവ്വാലുകളുടെ വിശ്രമ കേന്ദ്രമാണ്. മരത്തിലേക്ക് നോക്കിയാൽ ഇലകളേക്കാൾ കൂടുതൽ വവ്വാലുകളെ കാണാം. രാത്രികാലങ്ങളിൽ ഒന്നിനെപ്പോലും കാണാൻ കഴിയില്ല. പുലർച്ചെ 6 മണിയോടെയാണ് ഇവ കൂട്ടമായി ഇവിടേക്ക് വരുന്നതെന്ന് പ്രദേശവാസിയായ ജമാൽ തിട്ടുമ്മൽ പറഞ്ഞു. വൈകിട്ട് ഒരു 7 മണി മുതൽ ഇവിടുന്ന് ഇവർ പോകും. പുലർച്ചെ ഒരു 5 മണിയുടെ ഉള്ളിൽ ഇവിടെ തിരിച്ചെത്തും. അതാണ് ശല്യം. വരുന്ന സമയത്തും പോണ സമയത്തും നല്ല ശല്യം ഉണ്ടാവും. ഇപ്പോൾ നല്ല സ്മെല്ല് വരും. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ്. ഇവയെ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ റഷീദ് കിഴക്കേപ്പുറം ആവശ്യപ്പെട്ടു. നിപ സ്ഥിരീകരിച്ച ആളുടെ വീടിനോട് ചേർന്നും ഇവ കൂട്ടമായുണ്ട്. വനംവകുപ്പ്, RRT ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തരമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവണമെന്നും റഷീദ് ആവശ്യപ്പെട്ടു. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് വവ്വാലുകൾ കൂട്ടമായി വസിച്ചു വരുന്നത്. ഈ വിഷയം ഇതിനു മുമ്പും വിവിധ മേഖലകളിൽ ഈ വിവരം ഞങ്ങൾ അറിയിച്ചതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ആശങ്കയുണ്ട്. ഏത് രൂപേണയാണ് ഇത് പരിഹരിക്കാൻ സാധ്യമാവുക എന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തി ഇനി ഒരാൾക്ക് പോലും അത്തരമൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് വവ്വാലുകളെ തുരത്തണമെന്ന് വർഷങ്ങൾക്ക് മുന്നേ ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും വൈകിയാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജനങ്ങൾ പറഞ്ഞു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.